വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന യഹോവയായ ദൈവത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പേരുകൾ. ഈ പേരുകൾ കേവലം സൂചനകളല്ല, നേരെ മറിച്ച് ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിലെ വെളിപ്പെടലുകൾ ആയിരുന്നു. ദൈവം ശൂന്യതയിൽ നിന്ന് ഓരോന്നോരോന്നായി സൃഷ്ടിയെ വിളിച്ചു വരുത്തിയപ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം ആ ദൈവത്തിന് ഏലോഹീം എന്ന് പേർ വിളിച്ചു. അതെ, സകലത്തെയും സൃഷ്ടിച്ച ദൈവം. മരുഭൂമിയിൽ മരണത്തെ മുഖാമുഖം കണ്ട ആഗർ ദൈവസന്നിധിയിൽ നിലവിളിച്ചപ്പോൾ അസാധ്യങ്ങളുടെ മധ്യത്തിൽ ദൈവം അവളുടെ മുൻപിൽ ഒരു നീരുറവെ തുറന്നു നൽകി. ആ ദൈവത്തിന് ഹാഗർ എൽ റോയി എന്ന് പേര് വിളിച്ചു. അതെ, നമ്മെ കാണുന്ന ദൈവം. മുൾപ്പടർപ്പിൽ തന്നോട് സംസാരിച്ച മോശ ദൈവത്തോട് ചോദിച്ചു, നീ ആരാകുന്നു ദൈവമേ? ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നായിരുന്നു മറുപടി. അതെ, യാവേ, ഞാനാകുന്നവൻ ഞാനാകുന്നു. രാജാവായ ദൈവം ദർശനത്തിൽ യെശയ്യാവിന് പ്രത്യക്ഷനായപ്പോൾ താൻ അശുദ്ധനായ ഒരു മനുഷ്യൻ എന്ന് യെശയ്യാവിന് മനസ്സിലായി. അതെ, തൻ്റെ അശുദ്ധിയെ തിരിച്ചറിയുവാൻ സഹായിച്ച ആ ദൈവത്തെ യെശയ്യാ പ്രവാചകൻ അഡോണൈ എന്ന് വാഴ്ത്തി. നമ്മെ സൃഷ്ടിച്ച മരുഭൂമിയുടെ അവസ്ഥയിൽ നമ്മെ കാണുന്ന, നമ്മെ എഴുന്നേൽപ്പിക്കുന്ന, മുൾപ്പടർപ്പിൻ്റെ അവസ്ഥയിൽ മോശയോട് സംസാരിച്ചതുപോലെ നമ്മോട് സംസാരിക്കുന്ന, അശുദ്ധിയുടെ അവസ്ഥയിൽ നമ്മെ വിശുദ്ധീകരിക്കുന്ന ആ ദൈവസന്നിധിയിൽ നമുക്ക് മുട്ടുകൾ മടക്കാം, പ്രാർത്ഥിക്കാം.